നമസ്കാരം. ഞാൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടീച്ചറാണ്. എൻ്റെ പേര് വിദ്യ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ് ഒന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൈറ്റ് വിക്ടേഴ്സിൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് തുടങ്ങാമെന്നുള്ളൊരു ധാരണയിലിരിക്കുക. അപ്പോൾ അത് ലേറ്റ് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു ഭാഗത്ത് നിന്ന് മെല്ലെ മെല്ലെ തുടങ്ങാം. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കോറായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. നമുക്കതിനായിട്ട് ഈ വർഷം 2 പാർട്ടാണുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. മെയിനായിട്ട് ആദ്യത്തെ 3 ചാപ്റ്റർ, അതിലത്തെ ആ 2 പാർട്ടുള്ളതിലത്തെ ഫസ്റ്റ് പാർട്ടിലത്തെ ആദ്യത്തെ 3 പാഠങ്ങളും നമ്മൾ ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററി, എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇന്നത്തെ രീതിയിലേക്ക് എത്തിയത്. ഇതിൻ്റെ പല അബാക്കസ് മുതൽ ഇങ്ങോട്ട് ഒരുപാട് ഡിവൈസസ് മാറി 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 അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള കമ്പ്യൂട്ടറിലേക്ക് എത്തിച്ചേർന്നത്. ആ ഒരു ട്രാൻസിഷനാണ് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതായത് ഡാറ്റ റെപ്രസെൻറ്റേഷൻ ബൂളിയൻ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ കുറച്ച് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും ഗേറ്റ്സ്, ലോജിക് ഗേറ്റ്സ്, അതിനെയൊക്കെ പറ്റിയിട്ട്. മൂന്നാമത്തെ ചാപ്റ്റർ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. എന്തൊക്കെ കമ്പോണൻസ് കൊണ്ടാണ്, ഹാർഡ്വെയർ പാർട്സ് ആണ് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ളത്, പിന്നെ എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് മൂന്നാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. അവിടുന്ന് അങ്ങോട്ടുള്ള 3 പാഠങ്ങളും ഈ ടെക്സ്റ്റിലത്തെ 3 പാഠങ്ങളും അടുത്ത ടെക്സ്റ്റിൽ രണ്ടാമത്തെ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ ഒരു 3 പാഠവും കംപ്ലീറ്റ് നമ്മൾ C++ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പോൾ നമുക്കറിയാം പ്രോഗ്രാമിംഗ്, നിങ്ങൾ പ്രോഗ്രാം സോഫ്റ്റ്വെയർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലത്തെ ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ജസ്റ്റ് ലൈക്ക് നമ്മളെങ്ങനെയാണ് ഹ്യൂമൻ ലാംഗ്വേജ് ഇല്ലേ, അതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ലാംഗ്വേജ് വേണം. അതായത് കമ്പ്യൂട്ടർ, നമുക്കറിയാം കമ്പ്യൂട്ടർ ഡംബായിട്ടുള്ളൊരു ഡിവൈസാണ്. അതിനെപ്പോഴാണ് ഭയങ്കര ഹൈലി ഇൻ്റലിജൻ്റ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അതിന് ഈ ഇൻ്റലിജൻസ് കിട്ടുന്നത്? എപ്പോഴാണോ നമ്മൾ അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, അതിന് നമ്മൾ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയാം. ആ സോഫ്റ്റ്വെയർ ഈ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിനെ കൊണ്ട് നമ്മൾ ആവശ്യമുള്ള വർക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും IQ 0 എന്നാണ് പറയുന്നത് കമ്പ്യൂട്ടറിന്. എന്തുകൊണ്ടാണ് IQ 0 എന്ന് പറയാൻ കാരണം? കമ്പ്യൂട്ടറിന് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. എങ്ങനെയാണോ അതിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചത് അത് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു മേഖലേനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് എങ്ങനെയാണോ മനുഷ്യൻ നമ്മൾ ഓരോരോ സിറ്റുവേഷൻസിൽ നമ്മൾ ഡിസിഷൻസ് എടുത്ത് നമ്മൾ അതിനനുസരിച്ച് പെരുമാറുന്നത്, അതുപോലെ കമ്പ്യൂട്ടറിനും സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ്, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അധികം എക്സ്പെരിമെൻസും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ. അതൊക്കെ നമുക്ക് പഠിക്കുന്നുണ്ട്, വഴിയേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതിപ്പം പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസ്, അതിന് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിലാണ് എഴുതേണ്ടത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് എഴുതേണ്ടത്. അത് C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മൾ ഈ വർഷവും അടുത്ത വർഷം കുറച്ചും പഠിക്കുന്നത്. വേറെ അടുത്ത വർഷം വേറെയും കുറേ ഇതേമാതിരത്തെ ലാംഗ്വേജസ് നമുക്ക് പഠിക്കാനുണ്ട്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, വെബ് ഡെവലപ്മെൻറ്റ് ലാംഗ്വേജസ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ. എനിവേ, നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ഈ സിലബസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസാണ്. നല്ല, അതായത് പിന്നീട് നമ്മൾ എൻജിനീയറിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരുപാട് കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത്. നമ്മൾ ഈ 2 ടെക്സ്റ്റിലും കൂടിയായിട്ട് നമ്മൾ പഠിക്കുന്ന പാഠങ്ങൾ നമുക്ക് ആകെ തിയറിക്ക് 60 മാർക്കിനാണ് നമ്മൾ എഴുതേണ്ടത്. 60 മാർക്ക് തിയറിയും 20 മാർക്ക് CE, അങ്ങനെ ടോട്ടൽ ഔട്ട് ഓഫ് 80 ആണ് ഈ വർഷത്തെ മാർക്ക്. പിന്നെ പ്രാക്ടിക്കൽസ് ഈ വർഷം ഉണ്ടാവില്ല. പ്രാക്ടിക്കൽസ് അടുത്ത വർഷമാണ് ഉണ്ടാവുക. അടുത്ത വർഷം ഈ വർഷം പഠിച്ച C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ പ്രോഗ്രാമും കൂടി നമുക്ക് അടുത്ത വർഷത്തെ പ്രാക്ടിക്കലിൻ്റെ കൂടെയാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. അതായത് ഈ വർഷത്തെ
20 മാർക്കും അടുത്ത വർഷത്തെ 20 മാർക്കും കൂടി ടോട്ടൽ 40ലാണ് അടുത്ത വർഷം പ്രാക്ടിക്കൽ ഉണ്ടാവുക എന്നർത്ഥം. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നോർമലി ഉണ്ടാവാറ്. പിന്നെ ഇനിയിപ്പോൾ നിങ്ങളെ ഈ ഒരു കോവിഡ് എന്ന് പറയുന്ന ഒരു അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത് വരേക്ക് നമുക്ക് ഏതായാലും സ്കൂൾ തുറന്നിട്ട് നിങ്ങളെയൊന്ന് നേരിട്ട് കാണുവാനും പരിചയപ്പെടാനൊന്നും പറ്റും തോന്നുന്നില്ല. അപ്പം ഇങ്ങനെ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക, ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ കുറച്ചും കൂടി കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മുടെ പഠിത്തത്തിലും വരുത്തേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാനിങ്ങനെ ആഴ്ചയിലൊരു 2-3 വീഡിയോസൊക്കെ ഇടാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. മാക്സിമം 3, അതിലപ്പുറം എന്തായാലും പോവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുക, ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അത് പ്രധാനമാണ്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും വേണം. ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നോട്ട്സ് നിങ്ങൾക്ക് എഴുതാം. പിന്നെ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേണമെങ്കിൽ പ്രിൻ്റഡ് നോട്ട്സ് ആയിട്ടാണ് ഓരോ ചാപ്റ്ററിൻ്റെ തരാം. അതല്ല സ്വന്തമായിട്ട് എഴുതാൻ അറിയുന്നവർ, എഴുതാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ എഴുതിക്കോളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഇത് വീഡിയോ ഇട്ട് ഒരു 2-3 ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, അതിലുള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതിനെക്കാട്ടിലും എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുക, അതൊക്കെ നോട്ട് ചെയ്യുക. എപ്പോഴും എന്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ത് ന്യൂസ് നിങ്ങൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എവിടെ നിന്ന് കണ്ടാലും അതിനെപ്പറ്റി കൂടുതൽ വായിക്കാൻ ശ്രദ്ധിക്കുക, വിവരം ഉണ്ടാക്കുക. എപ്പോഴും നമുക്ക് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കമ്പ്യൂട്ടറിൻ്റെ. അപ്പോൾ ആ ഒരു ചേഞ്ചിനനുസരിച്ച് നമ്മളും പോകണമെങ്കിൽ നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വായിക്കുക, ഗൂഗിൾ സെർച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് വളരെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ. ഈ ഒരു ചാപ്റ്റർ ശരിക്കും ഒരു ടീച്ചറിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന പോലെ തന്നെയുള്ളൂ. ഇനി ടെക്സ്റ്റ് ബുക്ക് അഥവാ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ സമഗ്രയുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അറിയാലോ, സമഗ്രയുടെ സൈറ്റിൽ നിന്ന് പോയതിന് ശേഷം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ടെക്സ്റ്റ് ബുക്ക് കാണാൻ പറ്റും, ഏത് സബ്ജക്റ്റിനെയും കാണാൻ പറ്റും. അതേമാതിരി തന്നെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കൂളിലുണ്ട്, നിങ്ങളതൊന്ന് സംഘടിപ്പിക്കുക എങ്ങനെയെങ്കിലും. അപ്പോൾ സ്കൂളിൽ എന്നാണോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പറയാം എന്നാ ടെക്സ്റ്റ് ബുക്ക് അവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യം. അപ്പോൾ ഒന്ന് ചെയ്താൽ മതി. സമഗ്രയുടെ സൈറ്റിൽ പോയതിന് ശേഷം ടെക്സ്റ്റ് ബുക്സ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ഇതാ ടെക്സ്റ്റ് ബുക്സ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ മീഡിയം ഇംഗ്ലീഷ് ക്ലാസ് 11th സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ടെക്സ്റ്റ് ബുക്ക് അവിടെ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ, ഫോണിൽ ബുദ്ധിമുട്ടായിരിക്കും, കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വേണ്ടവർ, ഇനിയും മേടിക്കാത്തവരുണ്ടെങ്കിൽ സ്കൂളിൽ വന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് മേടിക്കുക. വരുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്നത് കുറച്ച് ഭാഗമേ ഉള്ളൂ, അത് നന്നായിട്ട് വായിക്കുക. വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൻ്റെ പേര് ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ രീതിയിലേക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം കമ്പ്യൂട്ടറോ അതിന് വേണ്ടിയിട്ടുള്ള മെഷീൻസോ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ പലതരത്തിലുള്ള നമ്പർ സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ആ നമ്പർ സിസ്റ്റത്തിനെ പറ്റി ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള നമ്പർ സിസ്റ്റംസാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് ഏറ്റവും ചെറിയ എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ടല്ലോ, അതൊരു ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റം. അങ്ങനെ പലതരത്തിലുള്ള നമ്പർ സിസ്റ്റം ലോകത്തിൻ്റെ പല ഭാഗത്തും ഉപയോഗിച്ചിരുന്നു. അതിനെപ്പറ്റി ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. പിന്നീട് പിന്നെ അബാക്കസ് മുതൽ ഇങ്ങോട്ട് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വരെ എത്തി നിൽക്കുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിവൈസസ് ഏതൊക്കെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ എന്നുള്ള ഫോമിൽ എത്തിയതിന് ശേഷം അതിന് തന്നെ പല ജനറേഷൻസ്.
ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്, അങ്ങനെ 5 ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് പോർഷനായിട്ട് ഫാദർ ഓഫ് മോഡേൺ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അലൻ ട്യൂറിംഗ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ആളുടെ കോൺട്രിബ്യൂഷൻസിനെ പറ്റിയും ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ പോർഷനായ നമ്പർ സിസ്റ്റത്തിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഹിസ്റ്ററി തുടങ്ങുന്ന സമയത്ത് പണ്ടത്തെ കാലത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ എണ്ണുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ നൊമാഡ്സ് ആയിരുന്നു മനുഷ്യന്മാർ അല്ലേ, വാണ്ടർ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ഫസ്റ്റൊക്കെ ചെയ്തിരുന്നത് കൃഷി ചെയ്തിട്ടും കാറ്റിൽ റെയറിങ് ചെയ്തിട്ടും ഒക്കെയാണ് ഉപജീവനം കഴിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ഈ ആടുകളെയും പശുക്കളെയൊക്കെ കൊണ്ടുപോയിട്ട് തിരിച്ച് കാട്ടിലൊക്കെ കൊണ്ടുപോയി മേയാൻ വിട്ട് തിരിച്ച് വരുന്ന സമയത്ത് പോയ മൃഗങ്ങളൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു എണ്ണൽ സംഖ്യയുടെ ഒരു ആവശ്യം വന്നു. അപ്പോൾ അങ്ങനെയാണ് ആദ്യമായിട്ട് മനുഷ്യന്മാർക്ക് ഒരു എണ്ണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കണമെന്ന് തോന്നിയത്. അങ്ങനെ ഫസ്റ്റ് ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം, ഈജിപ്തിലുള്ള ആൾക്കാർ ഒരു നമ്പർ സിസ്റ്റം തുടങ്ങി. അത് 3000 BCയിലാണ് തുടങ്ങിയത്. അതിൻ്റെ ബേസ് 10 ആയിരുന്നു. ഈ ബേസ് 10 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെയും ബേസ് 10 ആണ്. ബേസ് 10 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അതിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, 10 ഡിജിറ്റ്സ് ആണുള്ളത്. അതായത് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷേ ആ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 10 ഡിജിറ്റ്സ്. 0 മുതൽ 9 വരെയുള്ള 10 ഡിജിറ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതേമാതിരി ഈ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിലും 10 ഡിജിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അതായത് 1 to 9 ഉള്ള നമ്പേഴ്സിനെ ഫുള്ള് റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ഡിജിറ്റ്, ഒരു നമ്പർ. പിന്നെ 10 to 90 വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേറൊരു നമ്പർ. പിന്നെ 100 മുതൽ 900 വരെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേറൊരു നമ്പർ. അങ്ങനെ 10 നമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു നമ്പർ സിസ്റ്റമായിരുന്നു ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നത്. അത് ഈജിപ്തിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് സുമേറിയൻ അല്ലെങ്കിൽ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വേറൊരു നമ്പർ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ബേസ് 60 ആണ്. 60 ബേസ് ആയതുകൊണ്ട് തന്നെ അതിന് വേറൊരു പേര് പറയുന്നത് സെക്സാജെസിമൽ നമ്പർ സിസ്റ്റം എന്ന്. ഈ നമ്പർ സിസ്റ്റത്തിൽ 60 ഡിഫറെൻറ്റ് ഡിജിറ്റ്സ് ഉണ്ടായിരുന്നു എന്ന്. ഇതിൽ പക്ഷേ 0 എന്ന് പറയുന്ന, അതായത് ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ, അതിനെ 0 എന്ന് പറയുന്ന ഒരു നമ്പറായിട്ട് ആരും റെപ്രസെൻറ്റ് ചെയ്തിരുന്നില്ല. ഇവർ റെപ്രസെൻറ്റ് ചെയ്ത് അത് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് 0 എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇവരൊക്കെ ഒരു സ്പേസാണ് 0ക്ക് പകരം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ നമ്പർ സിസ്റ്റം സുമേറിയൻ ഓർ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം വിച്ച് ഹാസ് എ ബേസ് ഓഫ് 60 ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സെക്സാജെസിമൽ നമ്പർ സിസ്റ്റം. ഇനി പിന്നീട് മൂന്നാമതായിട്ട് പറയുന്നത് അറൗണ്ട് 2500 BCയിൽ ഉണ്ടായിരുന്ന ഒരു നമ്പർ സിസ്റ്റം, ചൈനയിലുണ്ടായിരുന്ന നമ്പർ സിസ്റ്റം, അതായത് ചൈനീസ് നമ്പർ സിസ്റ്റം. അതായിരുന്നു ഏറ്റവും സിംപ്ലസ്റ്റും ഏറ്റവും എഫിഷ്യൻറ്റുമായ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസ് 10 ആയിരുന്നു. 1 മുതൽ 9 വരെയുള്ള നമ്പറിന് ഡിഫറെൻറ്റ് ഡിജിറ്റായിട്ട് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചൈനീസ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബേസ് 10 ആയിരുന്നു. പിന്നീട് 500 BCയിൽ തുടങ്ങിയതാണ് ഗ്രീക്ക് ഓർ അയോണിയൻ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ അവർക്കും പ്രത്യേകിച്ച് 0-ന് ഒരു നമ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല. ബേസ് 10 ഉള്ള ഒരു നമ്പർ സിസ്റ്റം ആയിരുന്നു മേലെ പറഞ്ഞ മാതിരി തന്നെ. പിന്നീട് നമ്മുടെ റോമൻ നമ്പർ സിസ്റ്റം, ഇത് സ്റ്റിൽ വി ആർ യൂസിങ് ദിസ് നമ്പർ സിസ്റ്റം. നിങ്ങൾ ഓർമ്മല്ലേ, IVXLCDM ഇതാണ് അതിലത്തെ ഡിജിറ്റ്സ്. ഇതിൽ നമ്മൾ ഈ ലാസ്റ്റിലേക്കുള്ളതൊക്കെ നമുക്ക് അത്ര കേട്ട് പരിചയം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം റോമൻ നമ്പേഴ്സിൽ നമ്മൾ 1 2 3 4 പിന്നെ 9 10 X വേണം. പിന്നെ L എന്ന് പറയുന്നു, അതുമാതിരി CDM എന്ന് പറഞ്ഞാൽ 7 ലെറ്റേഴ്സ് യൂസ് ചെയ്ത്, അതായത് ബേസ് 7 ആണെന്ന് അർത്ഥം. അപ്പോൾ ഈ റോമൻ നമ്പർ സിസ്റ്റം ആയിരുന്നു കുറച്ചും കൂടി പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് ബ്രിഡ്ജസ് ഉണ്ടാക്കാൻ, റോഡ്സ് ഉണ്ടാക്കാനൊക്കെ ഈ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ട് എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം മയൻസ് എന്ന് പറയുന്ന ഒരു നമ്പർ സിസ്റ്റം, മയൻസ് ഉപയോഗിച്ച നമ്പർ സിസ്റ്റം, അതിൻ്റെ ബേസ് 20 ആയിരുന്നു. 20 ബേസ് ആവുന്നതോടുകൂടി തന്നെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആസ്ട്രോണോമിക്കൽ മെഷർമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടാണ് മയൻസിൻ്റെ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിരുന്നത്. ഇനിയാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റായ
ഹിൻഡോ അറബിക് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം വെറും 1500 കൊല്ലങ്ങൾക്ക് മുന്നേ ഉണ്ടായതാണ് ഈ നമ്പർ സിസ്റ്റം. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തിന് മാത്രമാണ് സീറോയ്ക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് സിമ്പൽ സീറോ എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് അത് വൈഡ് സ്പ്രെഡ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്കറിയാം സീറോ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണെന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ സ്പേസിന് പകരം അതുവരെയുള്ള എല്ലാ നമ്പർ സിസ്റ്റത്തിലും ഒന്നുമില്ലാത്ത ഒരവസ്ഥയ്ക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സ്പേസാണ് ഉപയോഗിച്ചിരുന്നത്. ഹിൻഡോ അറബിക് നമ്പർ സിസ്റ്റം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതെന്തായി മാറിയത്, ഒരു സീറോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റായിട്ട് മാറിയത് എന്നർത്ഥം. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിൽ ഇന്ത്യയുടെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് സീറോ എന്ന് പറയുന്ന കൺസെപ്റ്റായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ ഇത്രയും ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം. അപ്പോൾ ആദ്യം തന്നെ ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റം പറഞ്ഞു. ഈജിപ്ഷ്യൻ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് 10 ആയിരുന്നു അതിൻ്റെ ബേസ്. അതിനുശേഷം സുമേറിയൻ ഓർ ബാബിലോണിയൻ നമ്പർ സിസ്റ്റം വിച്ച് ഹാസ് 60 ആസ് ഇറ്റ്സ് ബേസ്. അതിന് പറയുന്ന വേറൊരു പേരാണ് സെക്സാജെസിമൽ നമ്പർ സിസ്റ്റം. പിന്നെ അതിനുശേഷം ചൈനീസ് നമ്പർ സിസ്റ്റം വന്നു. പിന്നീട് ഗ്രീക്ക് നമ്പർ സിസ്റ്റം വന്നു. റോമൻ നമ്പർ സിസ്റ്റം വിച്ച് ഹാസ് എ ബേസ് ഓഫ് 7. മയൻസിൻ്റെത് 20. മയൻസിൻ്റെ 20 എന്നുള്ളത് എന്താ അറിയോ? കാരണം അവർ കയ്യിലെ 10 വിരലും കാലിലെ 10 വിരലും അങ്ങനെ കൂട്ടിയിട്ടാണ് 20 എന്നുള്ള ബേസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നീടാണ് ഹിൻഡോ അറബിക് നമ്പർ സിസ്റ്റം വിച്ച് ഹാസ് എ സെപ്പറേറ്റ് സിമ്പൽ ഫോർ സീറോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഒന്ന് സംഘടിപ്പിച്ചിട്ട് ഇത്രയും പോർഷൻ ഒന്ന് വായിച്ച് നോക്കുക. ഇനി നെക്സ്റ്റത്തെ പോർഷനിൽ നമ്മൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ആണ് പഠിക്കുന്നത്. കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് എന്ന് വെച്ചാൽ നമ്മൾ കാൽക്കുലേറ്റർ മുതൽ ഇങ്ങോട്ട് എങ്ങനെയാണ്, അല്ലെങ്കിൽ അബാക്കസ് മുതൽ ഇങ്ങോട്ട്, കാൽക്കുലേറ്ററിനെക്കാട്ടിലും മുന്നേ അബാക്കസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അബാക്കസ് മുതൽ ഇങ്ങോട്ട് പല പല എന്താ പറയുക വ്യത്യാസങ്ങൾ, പല പല അഡീഷൻസ് വന്നിട്ടാണ് ഇത് കമ്പ്യൂട്ടറിൻ്റെ രൂപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ ഒരു ഡിവൈസസ് ഏതൊക്കെ, ഒരു 8, 9, 10 ഡിവൈസസോളം നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയായിരുന്നു പണ്ടത്തെ കാലത്തുണ്ടായിരുന്ന ഡിവൈസസ്, ഇപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. എവിടെയെങ്കിലും മ്യൂസിയത്തിലൊക്കെ പോയാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇവല്യൂഷൻ എങ്ങനെ വന്നു, എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇന്നത്തെ രൂപത്തിലെത്തിയത് എന്നുള്ളത് സെക്കൻഡ് ചാപ്റ്റർ മുതൽ അങ്ങോട്ട് നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങളെ പറ്റി പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ, വളരെ ചെറിയൊരു പോർഷനേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.